ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ ഒരു കിടിലൻ വിജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് സൗത്ത് കൊറിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൗത്ത് കൊറിയയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. ബ്രസീലിന് വേണ്ടി എല്ലാവരും തിളങ്ങിയ ഒരു മത്സരമായിരുന്നു ഇത്. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ബ്രസീലിന്റെ ഏറ്റവും പെർഫെക്റ്റ് മത്സരം എന്ന് വേണമെങ്കിൽ ഈ മത്സരത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. എടുത്തു പറയേണ്ടത് എസ്റ്റവായോ വില്യന്റെ പ്രകടനമാണ്. അദ്ദേഹം തന്നെയാണ് ഈ മത്സരത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ്. 2 മനോഹരമായ ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. റോഡ്രിഗോയെ കൂടി പ്രശംസിക്കേണ്ടതുണ്ട്. മറ്റൊരു പോസിറ്റീവ് അദ്ദേഹമാണ്. റയലിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിലും ബ്രസീലിൽ ലഭിച്ച അവസരം അദ്ദേഹം മുതലെടുത്തു. മികച്ച പ്രകടനമാണ് റോഡ്രിഗോ നടത്തിയിട്ടുള്ളത്. 2 കിടിലൻ ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തു. വിനീഷ്യസ് ജൂനിയറും തിളങ്ങിയിട്ടുണ്ട്. ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 3 മുന്നേറ്റ നിര താരങ്ങളും തിളങ്ങിയ ഒരു മത്സരമാണ് ഇത്. കൂടാതെ മാത്യൂസ് കുഞ്ഞ ഒരു അസിസ്റ്റ് സ്വന്തമാക്കി. ബ്രൂണോ ഗൊയ്മറസും കാസിമിറോയും ഓരോ അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ മികച്ച പ്രകടനമാണ് ബ്രസീൽ ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ഇനി മുന്നേറ്റ നിര നല്ല രൂപത്തിൽ കളിച്ചു. അത് എടുത്തു പ്രശംസിക്കേണ്ട കാര്യമാണ്. മാത്യൂസ് കുഞ്ഞക്ക് മാത്രമാണ് ഗോൾ അടിക്കാൻ കഴിയാതെ പോയത്. മറ്റു 3 താരങ്ങളും ഗോൾ നേടിയിട്ടുണ്ട്. ഇനി മധ്യനിരയാണെങ്കിലും നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. നല്ല കൺട്രോൾഡ് ആയിരുന്നു. ബ്രൂണോ ഗൊയ്മറസ് നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ഇനി ഡിഫൻസ് വളരെയധികം സോളിഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ഗബ്രിയേൽ മഗല്ലസ് നല്ല പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. 3 ഡിപ്പാർട്ട്മെന്റും വളരെയധികം പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ 4 ഗോളുകൾ നേടിയതിനു ശേഷം ഒന്ന് ബ്രസീൽ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞിട്ടുണ്ട്. നല്ല രൂപത്തിലുള്ള അറ്റാക്കുകൾ ആ സമയത്ത് സൗത്ത് കൊറിയ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ മത്സരത്തിന്റെ അവസാനത്തിലൊക്കെ ബ്രസീൽ തന്നെയാണ് പിന്നീട് അറ്റാക്കുകൾ നടത്തിയിട്ടുള്ളത്. ഒരിക്കലും സൗത്ത് കൊറിയ വളരെയധികം ദുർബലരായ ഒരു ടീമല്ല. നമുക്കറിയാം സൂപ്പർ താരങ്ങളായ ഹ്യൂമിൻസൺ അവിടെയുണ്ട്. അതുപോലെ തന്നെ ബയേണിന്റെ പ്രതിരോധ നിര താരമായ കിം അവിടെയുണ്ട്. അതുപോലെ തന്നെ PSG സൂപ്പർ താരമായ കാങ്ലി അവിടെയുണ്ട്. അങ്ങനെ കുറച്ച് സൂപ്പർ താരങ്ങൾ ഉള്ള എതിരാളികൾ തന്നെയാണ് സൗത്ത് കൊറിയ. അവരെയാണ് എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ഇപ്പോൾ ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലും ബ്രസീലിന്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ കഴിയും. അതായത് 4 ബിഗ് ചാൻസുകൾ ബ്രസീൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ 14 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. അതിൽ 7 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. അതിൽ 5 എണ്ണവും ഗോളാക്കി മാറ്റാൻ ബ്രസീലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 13 ഫ്രീ കിക്കുകളാണ് ബ്രസീലിന് ഈ മത്സരത്തിൽ ലഭിച്ചിട്ടുള്ളത്. 617 പാസുകൾ ബ്രസീൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല രൂപത്തിലുള്ള പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. ഇൻസൈഡ് ബോക്സിനകത്ത് 10 ഷോട്ടുകൾ ഉതിർക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. നിരന്തരം ആക്രമണം നടത്തി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്. ഏതായാലും ശുഭകരമായ ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഈ മത്സരത്തിൽ ബ്രസീൽ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ജപ്പാനെയാണ് ബ്രസീൽ നേരിടുന്നത്. സൗത്ത് കൊറിയയേക്കാൾ മികച്ച പ്രകടനം നടത്തുന്ന ടീമാണ് ജപ്പാൻ. അവരുടെ ആ ഒരു വെല്ലുവിളി ബ്രസീൽ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.